സ്വർഗം എന്നതിനെക്കുറിച്ച് നമുക്ക് എല്ലാവർക്കുള്ള ഐഡിയ എന്ന് പറഞ്ഞാൽ അത് മരണത്തിന് ശേഷം പോകുന്ന സ്ഥലമാണ്, ശാന്തിയ സമാധാനമുള്ള സ്ഥലമാണ് എന്നൊക്കെയാണ്. പക്ഷേ ബൈബിൾ 3 വ്യത്യസ്ത സ്വർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് എന്നുള്ള കാര്യം നിങ്ങൾക്കറിയാവോ? ഏറ്റവും ഞെട്ടിക്കുന്ന കാര്യം ഓരോന്നും വ്യത്യസ്ത രീതിയിൽ പ്രവർത്തിക്കുന്നുണ്ട് എന്നതാണ്. ഈ കാര്യങ്ങളെക്കുറിച്ച് അറിയുമ്പോൾ സ്വർഗം, ജീവിതം, ദൈവത്തിന്റെ പദ്ധതിയെക്കുറിച്ചുള്ള നിങ്ങളുടെ ചിന്ത തന്നെ മാറും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അങ്ങനെയാണെങ്കിൽ ഇതിനെക്കുറിച്ച് ആരും തന്നെ പ്രസംഗിക്കാത്തതിന്റെ കാരണം എന്താണ്? നമ്മുടെ ചിന്തയെ മാറ്റുന്ന ഈ ശക്തമായ സത്യം അധികമാരും അറിയാത്തതിന്റെ കാരണം എന്താണ്? ഈ വീഡിയോയിൽ ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 വ്യത്യസ്ത സ്വർഗങ്ങളെക്കുറിച്ച് നോക്കാം. അതിന്റെ രഹസ്യങ്ങൾ എന്താണ്, അത് എന്താണ് ഉദ്ദേശിക്കുന്നത്, നമ്മുടെ ആത്മീയ ജീവിതത്തിന് അവ എന്താണ് അർത്ഥമാക്കുന്നത് എന്നും നോക്കാം. മാത്രമല്ല, ഈ വീഡിയോ കണ്ടു കഴിയുമ്പോൾ അധികം ആരും തന്നെ ഈ വിഷയത്തെക്കുറിച്ച് സംസാരിക്കാത്തതിന്റെ കാരണം എന്താണ് എന്നും 3ാം സ്വർഗത്തെക്കുറിച്ച് ആർക്കും തന്നെ അറിയാത്ത നിർണായകമായ വിശദാംശങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളതും മനസ്സിലാകും. ബൈബിളിൽ പറഞ്ഞിട്ടുള്ള 3 സ്വർഗങ്ങൾ. ബൈബിളിൽ ഒരു സ്വർഗത്തെക്കുറിച്ച് മാത്രമല്ല പറയുന്നത്, സത്യത്തിൽ 3 സ്വർഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഓരോന്നിനും വ്യത്യസ്ത ഉദ്ദേശങ്ങളും ഉണ്ട്. ഈ 3 സ്വർഗങ്ങളെക്കുറിച്ചും അറിയേണ്ടത് അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ട ആവശ്യം എന്താണെന്ന് ചോദിച്ചാൽ, ഈ 3 സ്വർഗങ്ങളെക്കുറിച്ച് ആഴത്തിലുള്ള കാര്യങ്ങൾ മനസ്സിലായി കഴിയുമ്പോൾ ലോകത്തെയും നമ്മയും കുറിച്ചുള്ള ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് നന്നായി മനസ്സിലാകും എന്നതാണ് കാരണം. നമ്മുടെ ജീവിതത്തിലുള്ള ആത്മീയ തലങ്ങൾ കാണാൻ ഇത് നമ്മെ സഹായിക്കും. ഇത് നമ്മുടെ അന്തിമ വിധിയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്ന് ചോദിച്ചാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു മാപ്പ് ഉണ്ടെന്ന് സങ്കല്പിച്ചേ. അത് ശരിക്കും പറഞ്ഞാൽ കുറെ കുത്തും കോമയും വരകളും ചിഹ്നങ്ങളും ഉള്ള ഒരു പേപ്പർ കഷ്ണം മാത്രമല്ല. നിങ്ങൾ എങ്ങോട്ടേക്കാണ് പോകേണ്ടത് അങ്ങോട്ട് എത്തിക്കാനുള്ള ഒരു വഴികാട്ടി കൂടിയാണത്. ഈ മാപ്പ് പോലെ തന്നെയാണ് സ്വർഗവും. അതിനെക്കുറിച്ചുള്ള വ്യക്തമായ അറിവില്ല എങ്കിൽ നമ്മുടെ ആത്മീയ ജീവിതത്തിൽ ആവശ്യമായ പല സത്യങ്ങളും നമുക്ക് നഷ്ടമാകാൻ സാധ്യതയുണ്ട്. ഉദാഹരണത്തിന്, അപ്പോസ്തലനായ പൗലോസ് ഈ സ്വർഗങ്ങളിൽ ഒന്നിനെക്കുറിച്ച് ഒരു സൂചന തരുന്നുണ്ട്. 2 കൊരിന്ത്യർ 12-ാം അധ്യായം 2 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിൽ 3ാം സ്വർഗത്തേക്ക് എടുക്കപ്പെട്ടതിനെ കുറിച്ച് പറയുമ്പോൾ, മനുഷ്യന് പറയാൻ പാടില്ലാത്ത, വിവരിക്കാൻ കഴിയാത്ത വാക്കുകൾ കേട്ട് ഒരു സ്ഥലത്തേക്ക് അദ്ദേഹം പോയി എന്ന് വിവരിക്കുന്നുണ്ട്. ഇത് വെറും ഭൗതിക തലത്തിലുള്ള സ്വർഗമല്ല, മറിച്ച് മനുഷ്യധാരണയെ മറികടക്കുന്ന ഒരു ആത്മീയ തലത്തെയാണ് കാണിക്കുന്നത്. സ്വർഗങ്ങളെ മനസ്സിലാക്കിയാൽ അവ ഓരോന്നും നമ്മുടെ ജീവിതം, പ്രാർത്ഥന, ദൈവവുമായുള്ള നമ്മുടെ ബന്ധം എല്ലാം എങ്ങനെ സ്വാധീനിക്കുന്നുവെന്ന് നമുക്ക് അറിയാൻ പറ്റും. ആദ്യത്തെ സ്വർഗം, ഭൗതിക സ്വർഗം. ആദ്യത്തെ സ്വർഗമാണ് നമുക്ക് ഏറ്റവും പരിചയമുള്ളത്. ആകാശം. ഒന്ന് തല ഉയർത്തി മുകളിലേക്ക് നോക്കുമ്പോൾ മേഘം, സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ എല്ലാം കാണുന്നില്ലേ? അത് തന്നെയാണ് ആദ്യത്തെ സ്വർഗം. ഈ ആകാശം ഭൂമിയുടെ അന്തരീക്ഷം കൊണ്ട് നിർമ്മിച്ചതാണ്. അതിനെ നമുക്ക് തൊടാൻ പറ്റും, നമ്മുടെ കണ്ണുകൊണ്ട് നമുക്ക് കാണാൻ കഴിയുന്നതാണ്. പക്ഷികൾ പറക്കുന്ന, കൊടുങ്കാറ്റുകൾ രൂപപ്പെടുന്ന, വിമാനങ്ങൾ പറന്നുയരുന്ന ഇടമാണത്. ബൈബിൾ പദങ്ങളിൽ ആദ്യത്തെ സ്വർഗം എന്ന് പറയുന്നത് ദൈവത്തിന്റെ രൂപകൽപ്പനയുടെ ഭാഗമാണ്. ഉൽപ്പത്തി 1-ാം അധ്യായം 8-ാം വാക്യത്തിൽ പറയുന്നു, വിധാനത്തെ ദൈവം ആകാശം എന്ന് വിളിച്ചു. സന്ധ്യ കഴിഞ്ഞ് ഉഷസായി 2-ാം ദിവസം. ഈ സ്വർഗം നാം നിത്യമായി താമസിക്കുന്ന ഒരു ഭവനമല്ല, പക്ഷേ അത് നമ്മുടെ അതിജീവനത്തിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഇതൊരു വീടിന്റെ മേൽക്കൂര പോലെയാണ്. ഇത് ഭൂമിയിലെ ജീവനെ സംരക്ഷിക്കുന്നുണ്ട്, നിലനിർത്തുന്നുണ്ട്. ഈ ആകാശത്തിലുള്ള ഓരോ നക്ഷത്രവും മേഘവും കാറ്റും ദൈവത്തിന്റെ പദ്ധതിയുടെ ഒരു ഭാഗമാണ്. ഈ ആകാശത്ത് നമ്മെ അതിശയിപ്പിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയിട്ടുണ്ട്. ഇനിയും കണ്ടെത്താൻ ഒരുപാടുണ്ട്, അല്ലേ? പക്ഷേ ഇത് 1ാമത്തെ സ്വർഗമായതേ ഉള്ളൂ എന്നുള്ള കാര്യം മറക്കണ്ട. ദൈവത്തിന്റെ ഉദ്ദേശം പൂർണ്ണമായിട്ട് മനസ്സിലാക്കണമെങ്കിൽ നാം കാണാൻ കഴിയുന്നതിനും അപ്പുറമുള്ള കാര്യങ്ങൾ മനസ്സിലാക്കണം. 2ാമത്തെ സ്വർഗം, ആത്മീയ തലം. 2ാമത്തെ സ്വർഗം ആത്മീയ യുദ്ധങ്ങളൊക്കെ നടക്കുന്ന ആത്മീയ തലമാണ്. ആത്മീയ യുദ്ധങ്ങൾ നടക്കുന്ന ഒരു അദൃശ്യ മണ്ഡലമാണത്. ദൂതന്മാരും പിശാചും തമ്മിലുള്ള യുദ്ധം ഇവിടെ വെച്ചാണ് സംഭവിക്കുന്നത്. ശേഷം ദൈവത്തിന്റെ ഹിതം മാത്രമേ നിറവേറാറുള്ളൂ. നമ്മുടെ നഗ്നനേത്രങ്ങൾ കൊണ്ട് ഈ സ്വർഗം കാണാൻ പറ്റില്ല എങ്കിലും നമ്മുടെ മേലുള്ള അതിന്റെ സ്വാധീനം ശക്തമാണ്. എഫേസ്യർ 6-ാം അധ്യായം 12-ാം വാക്യത്തിൽ, നാം യുദ്ധം ചെയ്യുന്നത് മനുഷ്യർക്കെതിരെയല്ല, മറിച്ച് ഈ ഇരുളടഞ്ഞ ലോകത്തിന്റെ അധികാരികളോടും വാഴ്ചകളോടും ആകാശത്തിലെ ദുഷ്ടാത്മാക്കളോടുമാണ് എന്ന് പൗലോസ് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. നമുക്കെതിരെയുള്ള പോരാട്ടങ്ങൾക്ക് 2ാം സ്വർഗത്തിൽ പ്രവർത്തിക്കുന്ന ഒരു ആത്മീയ തലമുണ്ട് എന്ന് ഈ വാക്യം എടുത്തു കാണിക്കുന്നു. നിങ്ങളിപ്പോൾ ഈ വീഡിയോ കാണുന്നത് മൊബൈലിലോ കമ്പ്യൂട്ടറിലോ ഒക്കെ ആയിരിക്കാം, അല്ലേ? പക്ഷേ ശരിക്കും പറഞ്ഞാൽ അതിൻ്റെ പുറകിൽ അദൃശ്യമായ ഒരുപാട് മേഖലയുണ്ട്. ഞാനിത് അപ്ലോഡ് ചെയ്യുന്ന ഒരു സ്ഥലത്തു നിന്നാണ് അദൃശ്യമായ ഡേറ്റ ട്രാൻസ്ഫർ വഴി നിങ്ങൾ കാണുന്ന രീതിയിൽ നിങ്ങളുടെ മൊബൈലിലോ കമ്പ്യൂട്ടറിലോ കൺവേർട്ട് ചെയ്ത് അത് നിങ്ങൾക്ക് തരുന്നു എന്നതുപോലെയാണ് 2ാം സ്വർഗം. നമുക്കത് കാണാൻ പറ്റില്ല എങ്കിൽ പോലും അത് നമ്മുടെ ജീവിതത്തെയും തീരുമാനങ്ങളെയും നാം അഭിമുഖീകരിക്കുന്ന പരീക്ഷണങ്ങളെയും സ്വാധീനിക്കുന്നുണ്ട്. മനുഷ്യരുടെയും ലോകത്തിന്റെയും ആത്മീയ വിധി നിർണ്ണയിക്കപ്പെടുന്ന ഒരു യുദ്ധകളമാണിത്. ഇനി 3ാം സ്വർഗം, അതാണ് ദൈവത്തിന്റെ സാന്നിധ്യം. അവസാനം നാം 3ാം സ്വർഗത്തെത്തി. ഏറ്റവും പവിത്രമായ സ്ഥലമാണിത്. ഒരു ഭൗതിക സ്ഥലമോ ആത്മീയ യുദ്ധക്കളവോ അല്ല ഇത്. ദൈവം വസിക്കുന്ന സ്ഥലമാണിത്. ദൈവത്തിന്റെ നിത്യമഹത്വത്തിന്റെ വാസസ്ഥലമാണ്. ഈ സ്വർഗത്തിൽ വേദനയോ
അന്ധകാരമോ ഇല്ല. ദൈവവുമായുള്ള പൂർണ്ണ സമാധാനത്തിന്റെയും നിത്യ കൂട്ടായ്മയുടെയും സ്ഥലമാണിത്. വെളിപ്പാട് 21 അധ്യായം 2 വാക്യത്തിൽ അപ്പോസ്തലനായ യോഹന്നാൻ ഈ സ്വർഗത്തെക്കുറിച്ച് വിവരിക്കുന്നുണ്ട്. മണവാളിനു വേണ്ടി അണിയിച്ചൊരുക്കപ്പെട്ട മണവാട്ടിയെപ്പോലെ പുതിയ യെരുശലേം എന്ന വിശുദ്ധ നഗരം സ്വർഗത്തിൽ നിന്ന്, അതെ, ദൈവത്തിൽ നിന്ന് തന്നെ ഇറങ്ങി വരുന്നത് ഞാൻ കണ്ടു. ദൈവത്തിൽ വിശ്വസിക്കുന്നവർക്കുള്ള പ്രത്യാശ ഈ വാക്യം എടുത്തു പറയുന്നു. 3 സ്വർഗത്തിൽ എല്ലാവർക്കും വരാനൊന്നും പറ്റില്ല. ക്രിസ്തുവിൽ വിശ്വസിക്കുന്നവർക്ക് മാത്രമേ അവിടെ എത്താൻ പറ്റുള്ളൂ. മനുഷ്യരാഗ്രഹിക്കുന്ന എല്ലാത്തിനും സംതൃപ്തി ലഭിക്കുന്ന ഏക സ്ഥലമാണിത്. എല്ലാ മുറിവുകളും സൗഖ്യമാകും. ഇവിടെ എത്തുമ്പോഴേക്കും എല്ലാം മനസ്സിലാക്കാൻ പറ്റും. നാം ജീവിച്ചതിന്റെ ഉദ്ദേശം അവിടെ പൂർത്തീകരിക്കപ്പെടും. ഈ 3 സ്വർഗങ്ങൾ തമ്മിലുള്ള ബന്ധം എന്താണ് എന്ന് നോക്കാം. 3 സ്വർഗങ്ങൾക്കും വ്യത്യസ്ത ഉദ്ദേശങ്ങളുണ്ട്. എന്നാലും അവ ദൈവിക പദ്ധതിയിൽ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നു. 1 സ്വർഗം നമുക്ക് കണ്ട് സ്പർശിക്കാൻ പറ്റുന്ന രീതിയിലുള്ള പ്രകൃതി ലോകമാണ്. 2ാമത്തെ സ്വർഗം നമുക്ക് കാണാൻ പറ്റാത്ത അദൃശ്യ യുദ്ധങ്ങൾ നടക്കുന്ന ആത്മീയ മണ്ഡലമാണ്. 3ാം സ്വർഗം ദൈവത്തിന്റെ വാസസ്ഥലമാണ്. അതാണ് നമ്മുടെ അവസാന സ്ഥലം. ആദ്യത്തെ തലം എന്ന് പറയുന്നത് ദൈവത്തിന്റെ സൃഷ്ടിയെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരുന്നുണ്ട്. 2ാമത്തെ തലത്തിൽ നമ്മുടെ വിശ്വാസവും, അവസാനം 3ാമത്തെ തലത്തിൽ ദൈവവുമായുള്ള നമ്മുടെ ബന്ധത്തിന്റെ ആഴം അറിയാനും പറ്റും. എന്തുകൊണ്ടാണ് ആരും തന്നെ ഇത് പ്രസംഗിക്കാത്തത്? ഈ സ്വർഗങ്ങളെക്കുറിച്ച് എന്തുകൊണ്ടാണ് പള്ളികളിൽ പഠിപ്പിക്കുന്നില്ല? പരമ്പരാഗതമായി ചിന്തിച്ചു വെച്ചിരിക്കുന്ന അല്ലെങ്കിൽ വിശ്വസിച്ചിരിക്കുന്ന ആ ധാരണയെ എതിർത്ത് സംസാരിക്കാൻ മതനേതാക്കൾ പേടിക്കുന്നു എന്നതാണ് ആദ്യത്തെ കാരണം. 3 സ്വർഗങ്ങളെക്കുറിച്ച് സംസാരിക്കുന്നതിന് ദൈവശാസ്ത്രപരമായ പഠിപ്പിക്കലുകൾ ആവശ്യമാണ്. അങ്ങനെ ചെയ്യാൻ അത്ര എളുപ്പമുള്ള കാര്യവുമല്ല. പക്ഷേ 3 സ്വർഗങ്ങളെക്കുറിച്ച് മനസ്സിലാക്കേണ്ടത് നമ്മുടെ ആത്മീയ മനുഷ്യന് അത്യാവശ്യമാണ്. ദൈവത്തിന്റെ പദ്ധതി എന്താണ് എന്നുള്ളത് മനസ്സിലാക്കാനും, നാം നേരിടുന്ന ആത്മീയ പോരാട്ടങ്ങൾ മനസ്സിലാക്കാനും, ദൈവത്തിന്റെ സാന്നിധ്യത്തിൽ തന്നെ ആയിരിക്കാൻ വേണ്ടി ഒരു കൊതി നമ്മുടെ മനസ്സിൽ സൃഷ്ടിക്കാനും ഇത് സഹായിക്കും. ഈ സത്യം അറിഞ്ഞു കഴിഞ്ഞാൽ ഒരു ലക്ഷ്യബോധം നമുക്കുണ്ടാകും. അവസാനമായിട്ട് ബൈബിളിൽ പറഞ്ഞിരിക്കുന്ന 3 സ്വർഗങ്ങൾ വെറുതെ ഉണ്ടായ ഒരു ആശയങ്ങളല്ല. അത് മനുഷ്യർക്കുള്ള ദൈവത്തിന്റെ പദ്ധതി വെളിപ്പെടുത്തുന്ന പരസ്പര ബന്ധിതമായ യാഥാർത്ഥ്യങ്ങളാണ്. ആദ്യത്തെ സ്വർഗം സൃഷ്ടിയുടെ മഹത്വത്തെ കാണിക്കുന്നു. 2ാമത്തേത് നാം നേരിടുന്ന ആത്മീയ പോരാട്ടത്തെക്കുറിച്ച് നമ്മോട് പറയുന്നു. 3ാമത്തേത് ഏറ്റവും അവസാനം ദൈവത്തിന്റെ സാന്നിധ്യം അന്വേഷിക്കുക എന്നത് ഓർമ്മിപ്പിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. വാട്സപ്പിൽ പ്രത്യേക ബൈബിൾ ഇൻസൈറ്റ് എന്ന ചാനൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അതിന്റെ ലിങ്ക് ഇപ്പോൾ സ്ക്രീനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റും. താഴെ ഡിസ്ക്രിപ്ഷനിലും അതിന്റെ ലിങ്ക് കൊടുക്കാം. ഈ ചാനലിൽ ഇടുന്ന സകല അപ്ഡേറ്റ്സിന്റെ ലിങ്ക് ഞാൻ അതിനകത്ത് ഷെയർ ചെയ്യുന്നതാണ്. അങ്ങനെ ഒരു പോസ്റ്റ് നിങ്ങൾക്ക് മിസ്സാകത്തില്ല. സോ താല്പര്യമുള്ളവർ ജോയിൻ ചെയ്യുക. നിങ്ങൾ ദൈവത്താൽ അനുഗ്രഹിക്കപ്പെട്ടവർ.